NV കൃഷ്ണവാര്യരുടെ 4 വരികൾ. നൃത്തമേ മനുഷ്യൻ്റെ ഹൃത്തടമിത്രയ്ക്കാർദ്രദീപ്ത വിസ്മൃതമാക്കാൻ നീ എന്നെ വേറെന്തുള്ളൂ. നൃത്തമേ മനുഷ്യൻ്റെ ഹൃത്തടമിത്രയ്ക്കാർദ്രദീപ്ത വിസ്തൃതമാക്കാൻ നീ എന്നെ വേറെന്തുള്ളൂ. മനുഷ്യ മനസ്സുകളെ വിശാല മാനവികതയിലേക്ക് വികസിപ്പിക്കാൻ നൃത്തത്തോളം സാധ്യതയുള്ള വേറെന്താണുള്ളത് എന്നാണ് ബഹുമാന്യനായ കവി എഴുതി വച്ചിരിക്കുന്നത്. നമ്മുടെ മൃഗീയമായ ചോദനകളെയും ഹിംസാത്മകമായ വാസനകളെയും എല്ലാം സ്ഫുടം ചെയ്ത് കൂടുതൽ ഉദാത്തമായ വ്യക്തിത്വത്തിലേക്ക് വളരാൻ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നവയാണ് സംഗീതവും നൃത്തവും എല്ലാം ചേരുന്ന സുകുമാര കലകൾ. നമ്മുടെ സമൂഹത്തിൽ അവ നിർവഹിക്കുന്നത് ഒരു തെറാപ്യൂട്ടിക് ഫങ്ഷനാണ്. അരിസ്റ്റോട്ടിലിൻ്റെ കാലം മുതൽ കലാസൈദ്ധാന്തികർ പറയുന്നത് പോലെ കഥാർട്ടിക് ഫങ്ഷനാണ് ഈ കലാരൂപങ്ങൾക്ക് ഇന്ത്യയെ പോലുള്ള ഒരു സമൂഹത്തിലുള്ളത്. ശരീരത്തിലെ ആവശ്യമില്ലാത്തതെല്ലാം എടുത്തു മാറ്റാൻ കഴിയുന്ന വിധത്തിൽ നിരന്തര പ്രാക്ടീസ് നമ്മുടെ നർത്തകരുടെ ശരീരം ഒരുക്കുന്നത് പോലെ തന്നെ അവരുടെ മനസ്സ്, അവരുടെ ആന്തരിക തലങ്ങളും വിമലീകരിക്കുന്നു എന്നുള്ളതാണ്. നർത്തകിയുടെ അല്ലെങ്കിൽ നർത്തകൻ്റെ മാത്രമല്ല, അത് കാണുന്ന സഹൃദയരുടെയും മനസ്സ്, ചിന്തകൾ എല്ലാം കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടുന്നുണ്ട്. സഹൃദയത്വം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സമാന ഹൃദയത്വം എന്നുള്ളതാണല്ലോ. ഒരു പാട്ട് കേട്ടോ ഒരു നൃത്തം ആസ്വദിച്ചോ നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൈ അടിക്കുകയും ആ പാട്ട് കേട്ട് ശരീരം ചലിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം, ആനന്ദം, അതുണ്ടാക്കുന്ന ഒരു ഹൃദയ ഐക്യം, അതിന് വലിയ പ്രാധാന്യമുണ്ട്. ഒരേ താളത്തിൽ എല്ലാവരും ചേർന്ന് കൈമുട്ടുകയും അല്ലെങ്കിൽ ഒരേ താളത്തിൽ ശരീരം ചലിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നല്ല ഒരു കലാപരിപാടി അവതരിപ്പിക്കുമ്പോൾ അത് ആസ്വദിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവിക പ്രതികരണങ്ങൾ, അത് നമ്മുടെ എല്ലാം മനസ്സിലൂടെ ഒരു നൂല് പായിക്കുന്നുണ്ട്. അത് പാരസ്പര്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഒരു നൂലാണ്. അതിന് ഇന്നത്തെ സമൂഹത്തിൽ വളരെയേറെ പ്രസക്തിയുണ്ട്. യഥാർത്ഥത്തിൽ സമൂഹത്തിലെ ഒരു ഡിസിപ്ലിനറി മെക്കാനിസമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നവയാണ് കലയും സാഹിത്യവുമെല്ലാം. അതേസമയം തിരുത്തൽ ശക്തിയായും പ്രവർത്തിക്കാൻ വളരെ വിപുലമായ സാധ്യതകൾ അവയ്ക്കുണ്ട്. ഇതെല്ലാം ഇന്നലെകളിൽ വളരെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയ ഒരു സമൂഹമാണ് കേരളത്തിൻ്റേത്. കേരളീയ സമൂഹത്തിൻ്റെ ആ ഉരുവം കൊള്ളലിൽ കലയ്ക്കും സാഹിത്യത്തിനുമൊക്കെ ഉണ്ടായിരുന്ന പ്രത്യേകമായ പ്രസക്തി വളരെ വിനയപൂർവം ഈ വേദിയിൽ അനുസ്മരിക്കുകയാണ്. എല്ലാവരും നൃത്തം കാണാൻ ഉത്സുകരായിരിക്കുന്ന സമയത്ത് വളരെ വിശദമായിട്ടുള്ള ഒരു പ്രഭാഷണം അനൗചിത്യമാണ് എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ഇനി 7 സുന്ദര സായാഹ്നങ്ങളിൽ വളരെ വർണ്ണാഭമായ നിലയിൽ ഈ ഹോളിനെ ധന്യമാക്കുന്ന അവതരണങ്ങളിലേക്ക് വളരെ കൗതുകപൂർവം കാത്തിരിക്കുന്ന നിങ്ങളോട് കൂടുതൽ വാക്കുകൾ ഉപയോഗിച്ച് പ്രയാസത്തിലാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ വരുന്ന 7 നാളുകളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള നൃത്തരൂപങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. മോഹിനിയാട്ടം, ഭരതനാട്യം, കേരള നടനം, കുച്ചിപ്പുടി, കഥക്, സട്രിയ, ഇതെല്ലാം ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. നൃത്തത്തിൻ്റെ ഡിസിപ്ലിനറി കാറ്റഗറൈസേഷൻസിൻ്റെയൊക്കെ അതിർത്തി രേഖകൾ മാഞ്ഞു പോകുന്നു. പ്രാദേശികമായ വ്യത്യസ്തതകൾ മാഞ്ഞു പോകുന്നു. അതിനേക്കാളൊക്കെ ഏറ്റവും ആഹ്ലാദകരമായത് ലിംഗപദവി അല്ലെങ്കിൽ ജെൻഡറുമായി ബന്ധപ്പെട്ട എല്ലാ ബാരിയേഴ്സും എല്ലാ മതിലുകളും തകരുന്ന ഒരു സംഘാടനം കൂടിയാണ് വൈലോപ്പിള്ളി സംസ്കൃതി ഭവൻ ഇത്തവണ നിറവേറ്റിയിട്ടുള്ളത്. സ്ത്രീകൾ മാത്രമല്ല, പുരുഷനായിട്ടുള്ള നർത്തകനും അതോടൊപ്പം തന്നെ ഒരു ട്രാൻസ്ജെൻഡർ കലാകാരി ഇതിൽ അണിനിരക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ
വൈവിധ്യങ്ങളുടെയും വ്യത്യസ്തതകളുടെയും ഒരു മേളയായിട്ട് ഈ 7 ദിവസത്തെ കലോത്സവം മാറുകയാണ്. പ്രത്യേകിച്ച് എല്ലാവരും തന്നെ 40 വയസ്സിന് താഴെ പ്രായമുള്ള യുവ കലാകാരികളാണ് എന്നുള്ളത് ഇതിനെ വ്യത്യസ്തമാക്കുന്നുണ്ട്. തങ്ങളുടെ സിദ്ധിയും സാധനയും കഠിന പരിശ്രമത്തിലൂടെ സ്ഫുടം ചെയ്തെടുത്ത എല്ലാ കലാകാരികൾക്കും കലാകാരന്മാർക്കും അതുപോലെ ട്രാൻസ്ജെൻഡർ കലാകാരിയായ അദ്രിജ പണിക്കർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. അദ്രിജയുടെ പെർഫോമൻസ് പലതവണ കാണാൻ എനിക്ക് അവസരം ലഭിച്ചു. സാമൂഹ്യനീതി വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി എന്ന നിലയിൽ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കലോത്സവമായ വർണ്ണപ്പകിട്ടിൻ്റെ സംഘാടനം ഈ വർഷങ്ങളിലെല്ലാം നടത്താൻ സാധിച്ചു. അതിൽ എല്ലാ വർഷവും ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്തിയ കലാകാരിയാണ് അദ്രിജ പണിക്കർ എന്ന് സന്തോഷപൂർവ്വം തന്നെ ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എല്ലാത്തരം അതിർത്തി രേഖകളും മാച്ച് കളഞ്ഞുകൊണ്ട് മനുഷ്യർ തമ്മിലുള്ള ഏകതയുടെയും ഏകീഭാവത്തിൻ്റെയും അടയാളപ്പെടുത്തലായിട്ട് വരും ദിനങ്ങളിലെ നൃത്ത അവതരണങ്ങൾ മാറട്ടെ. ഒരുപാട് പേർക്ക് ഹൃദയ വിമലീകരണം സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും പതാകകളാണ്, പന്തങ്ങളാണ്. ചോര തുടിക്കും ചെറുകൈകളെ പേറുക വന്നീ പന്തങ്ങൾ എന്ന് വൈലോപ്പിള്ളി എഴുതിയ പോലെ നമ്മുടെ സംസ്കാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും പന്തങ്ങൾ പിന്നാലെ വരുന്ന തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുന്നതിനു വേണ്ടി നടത്തുന്ന എല്ലാ ശ്രമങ്ങളും ശ്ലാഘനീയമാണ്. വൈലോപ്പിള്ളി സംസ്കൃതി ഭവൻ നമ്മുടെ ഇപ്പോഴത്തെ നേതൃത്വത്തിൻ്റെ കീഴിൽ വളരെ നല്ല നിലയിൽ മുന്നേറുന്നു എന്നുള്ളതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അശ്വമേധം പരിപാടിയിലൂടെ നമ്മുടെ എല്ലാം സുപരിചിതനും പ്രിയങ്കരനുമായ പ്രതിഭാശാലിയായിട്ടുള്ള GS പ്രദീപ്, അദ്ദേഹം ഒരു ടീം വർക്കായി തന്നെ ധാരാളം നല്ല പരിപാടികൾ വൈലോപ്പിള്ളി സംസ്കൃതി ഭവൻ്റെ ആഭിമുഖ്യത്തിൽ ഈ കാലയളവിൽ സംഘടിപ്പിച്ചു. അതിൽ പലതിലും പങ്കാളിയാകാൻ എനിക്കും സാധിച്ചു. ഈ ഔദ്യോഗിക ഉത്തരവാദിത്തങ്ങളുടെ തിരക്കിൽ കലാകാരി എന്ന നിലയിലുള്ള ഒരു സ്വത്വം ഉള്ളിലിരുന്ന് വിങ്ങുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ പ്രിയപ്പെട്ട ചില മാത്രകൾ സമ്മാനിച്ചതിന് ഞാൻ GS പ്രദീപിനോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. വരും ദിവസങ്ങളിൽ പരിപാടികൾ അവതരിപ്പിക്കുന്ന എല്ലാ നർത്തകികൾക്കും നർത്തകർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ചിലങ്ക എന്ന ഈ യുവ കലാകാരികളുടെ നൃത്തോത്സവം ഉദ്ഘാടനം ചെയ്തതായിട്ട് സസന്തോഷം പ്രഖ്യാപിക്കുന്നു. അഭിവാദ്യങ്ങൾ.